ഗന്ധർവന്റെ ഉള്ളിലെല്ലാം വളരെ ഭംഗിയായി. പൂക്കിനെ കയ്യിലെടുത്ത ഉടനെ ലക്ഷ്മി തുള്ളാൻ തുടങ്ങിയത് കണ്ടില്ലേ? ഗന്ധർവൻ വളരെ നാളായി മോഹിച്ച് നടന്നിരിക്കണം. കളത്തിൽ ചെന്നിരുന്നപ്പോഴേ എനിക്ക് നല്ല ഓർമ്മയില്ലാതായി മുത്തശ്ശി. പൂക്കിലെ കഥകൾക്കിടയിലൂടെ ലക്ഷ്മിക്കുട്ടിക്ക് ഗന്ധർവനെ കണ്ടതായി തോന്നി പോലും. അതെയോടി? അതെ മുത്തശ്ശി. വേലിയുടെ. അപ്പോ ഗന്ധർവൻ കൂടി കഴിച്ച് നന്നായി കേട്ടോ. പക്ഷേ പണം ഇച്ചിരി ജാസ്തിയായി. 10 പറ നിലം കൂടി പാട്ടത്തിന് കൊടുത്തിട്ടുണ്ട്. വാസുവിന് അറിഞ്ഞാൽ ദേഷ്യപ്പെടും. അതുകൊണ്ടൊന്നും കാര്യമില്ല. ഞാൻ മരിക്കുന്നിടം വരെ തറവാട്ടിൽ വേണ്ടതൊക്കെ നടക്കണം. എനിക്ക് മറ്റൊരാഗ്രഹമുള്ളത് പതിവനുസരിച്ച് ലക്ഷ്മിക്ക് ഒരു ബ്രാഹ്മണനെ കൊണ്ട് എന്നെ പുറവ കൊടുപ്പിക്കണം എന്നുള്ളതാണ്. തറവാട്ട് സന്തതി വേണ്ടേ? പക്ഷേ വാസുദേവന് ബ്രാഹ്മണർക്ക് പെണ്ണ് കൊടുക്കുന്ന കാര്യത്തിൽ ഇഷ്ടമല്ല. അവന്റെയും ലക്ഷ്മിയുടെ അച്ഛൻ കരിമുട്ടത്ത് നടത്തിലെ വലിയ തിരുമേനിയാണല്ലോ. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ അച്ഛനെ കണ്ടിട്ടില്ല മുത്തശ്ശി. നിന്നെ പ്രസവിച്ച് 90 കഴിയണതിന്റെ മുമ്പേന്ന് എന്റെ അമ്മ മരിച്ചതാ. പിന്നെ നിന്റെ അച്ഛൻ തിരുമേനി ഇവിടെ വന്നിട്ടില്ല. അതാ വാസുദേവനും പറയാറുള്ളത്. കരിമുട്ടത്തില്ലത്തേക്ക് കണക്കില്ലാതെ സ്വത്ത് കിടപ്പുണ്ട്. ലക്ഷ്മിക്കുട്ടിക്കോ വാസുദേവന് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഗോവിന്ദ, എന്ത് ന്യായമായി പറയണത്? ബ്രാഹ്മണര് നായസ്ത്രീകളെ സംബന്ധം ചെയ്യുന്നല്ലാതെ അവരുടെ സ്വത്തിന് നമുക്ക് അവകാശമുണ്ടോ? ഇല്ല. സ്വത്തിന് വേണ്ടിയല്ല, കുടുംബവാസത്തിന് വേണ്ടിയാ പെൺകുട്ടികളെ ബ്രാഹ്മണർക്ക് സംബന്ധം കഴിപ്പിച്ചു കൊടുക്കുന്നത്. ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്റെ ലക്ഷ്മി ഒരു ബ്രാഹ്മണൻ എന്നെ കൊടുക്കും. ഇതിനൊന്ന് അന്വേഷിക്കണം. എന്താ കൊയ്ന വഴിപാടൊന്നും ഉണ്ടോ? തിരുവേലി വഴിപാടിനെക്കാട്ടും വലിയൊരു കോള് വന്നിരിക്കുന്നു. എന്താ? എലഞ്ഞുമറ്റത്തെ പെങ്കൊച്ചിന് ഒരു സംബന്ധക്കാരൻ വേണം. നമ്മൂരൊരു കോള് കിട്ടിയെന്നാ തോന്നണ. അങ്ങനെയാ? മോൻ തയ്യാറാ? വേണച്ചാ നാം സംബന്ധം കുടിക്കോളാം. അയ്യോ, അവിടെ നിന്ന് അത്ര ഔദാര്യം കാണിക്കണം. തിരുമേനിയുടെ മക്കളോ മക്കളുടെ മക്കളോ വല്ലവരും ഉണ്ടെങ്കിൽ ഒരു കൊച്ചു തിരുമേനിയെ കിട്ടിയാ മതിയേ. മക്കളും മക്കളും ഇല്ലായല്ല പോകുന്ന അവരൊക്കെ ഒരുതരം അരസ്യന്മാരാ. ഇലഞ്ഞിമുറ്റത്തേക്ക് പറ്റിയ സംബന്ധക്കാരൻ നോം തന്നെയാ. നോ ആ പെൺകുട്ടിയെ കണ്ടിരിക്കണു രസികത്തി. രസികത്തിയാന്ന് പറഞ്ഞാലും തിരുമേനി സംബന്ധം കൂടുന്നു എന്ന് പറയുമ്പോൾ ഗോന്നിനൊരു മനോവിഷമം. എന്താ മനോവിഷമം? ആ കുഞ്ഞിന്റെ പ്രായമായി എന്റെ മകൾ കുഞ്ഞുട്ടിക്കും. അപ്പൊ തന്റെ മകൾക്ക് വേണ്ടിയും നമ്മെ ഒരു നോട്ടം ഉണ്ടായിരുന്നു. കള്ളൻ. അതെ, ഗോവിന്ദന്റെ ആഗ്രഹം അതാണെന്ന് വെച്ചാൽ അതും ആയിക്കളയാം. അല്ല പൊന്നു തിരുമേനി, അടിയം വലിയ തറവാട്ടുകാരനൊന്നും അല്ലേ. അവിടുന്ന് ആ എലഞ്ഞുമേറ്റ് തന്നെ അങ്ങ് സംബന്ധം കൂടിയാട്ടെ. എങ്കിൽ ഗോവിന്ദൻ തന്നെ അവരോട് പറഞ്ഞിരിക്കുന്നു നമുക്ക് സമ്മതമാണെന്ന്. ചോറ് തണുക്കണു. എന്നാ സംബന്ധം കൂടണമെന്ന് അറിയിച്ചാൽ മോൻ അതിന്റെ എല്ലാ അനുസാരികളോടും കൂടി അങ്ങനെ വന്നേക്കാം. ഗോവിന്ദാ, അവിടെ നോക്കൂ, എന്താ കിടക്കണം നോക്കൂ, എന്താ വീണ് കിടക്കണം നോക്കൂ. വഴിപാടിന് കിട്ടിയതാ. താൻ രാവിലെ തന്നെ നല്ലൊരു കാര്യം എന്ന് പറഞ്ഞില്ലേ, ലക്ഷ്മിയുടെ അതിലേക്ക് വെച്ചോളൂ. പ്രായക്കൂടുതലൊന്നും അത്ര കാര്യാക്കാനില്ല. പക്ഷേ ഈ നമ്പൂരി ലക്ഷ്മിയുടെ അമ്മയ്ക്ക് സംബന്ധം ആലോചിച്ചതാ. അതുകൊണ്ട് ഇപ്പൊ വേണോന്നൊരു സംശയം. ഇദ്ദേഹത്തിന് വലിയ താല്പര്യത്തിലാണ്. തെക്കേടത്തെല്ലാം വളരെ പേര് കേട്ടതാണല്ലേ? അതെ. ഏതായാലും വാസവനെ കൂടി ഒന്ന് അറിയിക്കണ്ടേ, എന്നിട്ടാവാ. ഓ ശരി. എന്താ കുട്ടി മുഖത്തൊരു വല്ലായ്മ? എന്നെ നമ്പൂതിരിയെ കൊണ്ട് സംബന്ധം ചെയ്യിക്കണ്ട. എന്താ കുട്ടി ഈ പറയണത്? തറവാട്ടിന്റെ പാരമ്പര്യം നോക്കണ്ടേ? എന്താ മോളെ? ഒരു ഗന്ധർവൻ. ഗന്ധർവനോ? എനിക്ക് പ്രത്യക്ഷപ്പെടാറുണ്ട്. എനിക്ക് സമ്മതം വേണ്ട. ഗന്ധർവൻ നിന്നിൽ ആവേശിച്ചാലും നിനക്ക് സംബന്ധം കൂടിയേ തീരും.
തറവാട്ടില് സന്തതി വേണ്ടേ മോളെ? ഈ തറവാട്ടിലെ ഒരു മുത്തശ്ശി ഗന്ധർവനിൽ നിന്ന് ഗർഭിണിയായെന്ന് മുത്തശ്ശി പറയാറുണ്ടല്ലോ. പക്ഷേ ആ മുത്തശ്ശി പ്രസവിച്ചത് ഒരു സ്വർണ്ണ കുഞ്ഞിനെയായിരുന്നു. സ്വർണ്ണക്കുഞ്ഞോ? അതെ, ഗന്ധർവനിൽ നിന്ന് ഗർഭിണിയായ മുത്തശ്ശിയെ എല്ലാവരും കുരുടി മുത്തശ്ശി എന്നാണ് വിളിച്ചിരുന്നത്. അവര് പ്രസവിച്ച സ്വർണ്ണ കുഞ്ഞിനെ അന്നത്തെ കാരണവര് വെട്ടിമുറിക്കാൻ ശ്രമിച്ചു. അപ്പൊ ചോര വന്നു. ചോര? ആ സ്വർണ്ണ കുഞ്ഞിനെ വീട്ടിലെ തുറക്കാത്ത അറയിൽ വെച്ചിട്ടുണ്ട്. മോളെ, നീ ഒരു മനുഷ്യ കുഞ്ഞിനെ പ്രസവിച്ചാലേ ഈ തറവാട്ടിൽ സന്തതി ഉണ്ടാവുള്ളൂ. മോളെ, അതും ഇതൊന്നും ആലോചിക്കാതെ പോയി കിടന്നുറങ്ങിക്കോളൂ. ഇന്ന് വെളുത്ത വാവാണ്. പൂവ് ചൂടെ വളർന്നു കിടന്ന് ഉറങ്ങേ ചെയ്യരുത്. എന്നെ ആ നമ്പൂരിയെ കൊണ്ട് സംബന്ധം ചെയ്യിക്കാനാണ് മുത്തശ്ശി ആലോചിക്കുന്നത്. എനിക്കത് ഇഷ്ടമല്ല. ബ്രാഹ്മണർക്ക് മാത്രമേ ഈ തറവാട്ടിൽ നിന്ന് പെണ്ണിനെ കൊടുക്കൂ എന്ന് എന്റെ അച്ഛൻ പറയാറുണ്ട്. എന്റെ മനസ്സിൽ ഞാൻ മോഹിക്കുന്ന ഒരു രൂപമുണ്ട് കുഞ്ഞുകുട്ടി. കസ്തൂരിയുടെ സുഗന്ധമുള്ള പഞ്ചലോഹ വിഗ്രഹം പോലെ ഒരു രൂപം. നീ അങ്ങനെ ആരെയെങ്കിലും ആശിക്കുന്നുണ്ടോ? ഉണ്ട്. വിയർപ്പിന്റെ വാസനയും ഉറച്ച ശരീരമുള്ള ഒരു മനുഷ്യൻ. ഓ, നീ എന്നെ കളിയാക്കുന്നു. ഞാൻ സത്യം പറയാണ് കുട്ടി. നീ പൂ ചൂടിയിട്ടുണ്ടോ? ഇല്ല. എനിക്ക് മുല്ലപ്പൂവിന്റെ വാസന വരുന്നു. കുഞ്ഞുകുട്ടിക്ക് വാസന അനുഭവപ്പെടുന്നില്ലേ? എനിക്കില്ലാത്ത കാര്യങ്ങളൊന്നും തോന്നില്ല. എനിക്ക് പുറത്തിറങ്ങി നിലാവിൽ ഒറ്റയ്ക്കിരിക്കാൻ ഒരാഗ്രഹം. കുട്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വിചാരിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. മുത്തച്ഛി എന്നും പിടിച്ച് അടുത്തടുത്ത് ഗന്ധർവൻ കഥകളും യക്ഷക്കഥകളും ഒക്കെ പറഞ്ഞു കേൾപ്പിക്കുന്നതായി കുഴപ്പം. കുഞ്ഞുകുട്ടിയെ ഗന്ധർവൻ ആവേശിച്ചിട്ടില്ലേ? എന്നെ ഒരു മനുഷ്യൻ ആവേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗന്ധർവൻ എന്റെ അടുത്ത് വരില്ല. ലക്ഷ്മിക്കുട്ടി കിടന്നുറങ്ങാൻ നോക്ക്.